ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയകാല ഉണക്കമീൻ തക്കാളിക്കറിയാണ്. എല്ലാ വീടുകളിലും ഉണ്ടായിക്കൊണ്ടിരുന്നൊരു കറിയാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഹൈ റേഞ്ചിലൊക്കെ കപ്പയ്ക്ക് എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ രാവിലത്തെ ഒരു കറിയായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഉണക്കമീൻ തക്കാളിക്കറി ഉണ്ടാക്കുന്നത് കണ്ടാലോ? അപ്പോൾ ഇന്ന് നമുക്ക് ഇത് ഉണക്ക തെരണ്ടി മീൻ വെച്ച് തക്കാളിപ്പഴം ഇട്ട് തേങ്ങ അരച്ച് പഴയ കാലത്തെ ഒരു കറി വെച്ചാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇത്രയും തെരണ്ടി മീൻ വെള്ളത്തിലിട്ട് രാവിലെ വെള്ളത്തിലിട്ട് ഒരു 3-4 മണിക്കൂർ ഉപ്പ് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് കറി വെക്കുന്നതുകൊണ്ട് ഒത്തിരി ഉപ്പ് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ തെരണ്ടി മീൻ പഴയ കാലത്തെ കറിയാണ്. തെരണ്ടി മീൻ തേങ്ങ അരച്ച് തക്കാളിപ്പഴം ഇട്ടൊന്ന് കറി വെക്കാവേ. അപ്പോൾ ഇത് എങ്ങനെ നമ്മുടെ തെരണ്ടി മീൻ ചട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് വേണ്ടുന്ന സാധനങ്ങളെന്ന് പറഞ്ഞത് കണ്ടോ, ഞാൻ എടുത്ത് വെച്ചിരുന്ന ഒരു 5 ചെറിയ ഉള്ളി, നമ്മുടെ കുഞ്ഞുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇച്ചിരി വലിപ്പമുള്ളതുകൊണ്ട് അത്രയും ക്വാണ്ടിറ്റി തോന്നുന്നത്. ഇനി ഒരു 3 പച്ചമുളക് ഞാനതേ ചെറുതായിട്ട് കീറിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 2 മീഡിയം സൈസ് തക്കാളി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഴയ കാലത്തെ കറിയാണ് കേട്ടോ, നൊസ്റ്റാൾജിയ കറിയാണ്. ഇനി നമുക്ക് അതിനകത്തേക്ക് വേണ്ടുന്നത് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു 1/2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ വേണേലും വെക്കാം. നമുക്ക് തേങ്ങ എല്ലാം കൂടെ അരച്ചിട്ട് വേണേലും വെക്കാം. പക്ഷേ നമ്മുടെ തേങ്ങ അങ്ങനെ അരച്ച് ഒത്തിരി നേരം അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അങ്ങ് പിശുറ് പോലെ പിരിഞ്ഞു പോകും. നമുക്ക് 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തു. നമ്മൾ പച്ചമുളകിന് എരിവുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. നമ്മൾ 1 സ്പൂണ് എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിനകത്തേക്ക് നമുക്ക് തികച്ചും എന്തോതാണ് ഓപ്ഷനിലാണ്. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം ഇട്ടാൽ മതി. ഞാൻ അതിനകത്തേക്ക് ഒരു ശകലം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ഇട്ട് കൊടുത്തേ. ഇനിയിപ്പോൾ നമ്മുടെ ഈ പുളി, തക്കാളിക്കയുടെ പുളി പോരെങ്കിൽ നമുക്കൊരു ഇത്ര 2-3 ഒരു ചുള എടുത്തിട്ട് ഇങ്ങനെ കുഞ്ഞായിട്ടൊന്ന് പിച്ചിക്കീറി നമുക്കൊന്ന് ഇട്ട് കൊടുത്തേക്കാം. നമ്മുടെ മീൻ പുളി വേണമെങ്കിൽ മാത്രം. ഞാനൊരു കുഞ്ഞ് ചുള എടുത്തൊന്ന് പിച്ചിക്കീറി ഇട്ട് കൊടുത്തതാണേ. മീൻ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമുക്ക് എന്തേരം കറിക്ക് ചാറ് വേണോ അതനുസരിച്ചുള്ള വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഈ ഒരു നെകയ്ക്കുള്ള വെള്ളം ഞാൻ അങ്ങ് ഒഴിച്ച് കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുണ്ട് നമ്മുടെ ഈ മീനും. ഇനിയിപ്പോൾ ഉപ്പ് നമ്മൾ ഇടണ്ട, ഒന്നാമത്തെ ഉപ്പ് മീനാണ്. ഇനിയിപ്പോൾ അഥവാ ഉപ്പ് വേണമെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇട്ടാൽ മതി. വളരെ എളുപ്പത്തിലുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നമ്മുടെ മീൻ കറി ആവട്ടെ, നമ്മുടെ ഉണക്കമീൻ തക്കാളിക്ക കറി. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കാം. നമ്മുടെ ഈ മീൻ ഇവിടെ ഇരുന്ന് വേവുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ തേങ്ങ അരച്ചുകൊണ്ട് നമുക്ക് ചേർക്കാം. അത്രയേ ഉള്ളൂ, നമ്മുടെ കറി പരിപാടി തീർന്നു. എന്നാ എളുപ്പം നമ്മുടെ ഉണക്കമീൻ തക്കാളിക്ക കറി വെക്കാം. കൂട്ടാനോ അതിലേറെ ടേസ്റ്റും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്കിത് അടച്ച് വെച്ചിട്ട് നമുക്ക് പോയി തേങ്ങ അരച്ചെടുത്തോണ്ടിരാവേ. നമ്മുടെ തക്കാളി മീൻ കറിക്ക് വേണ്ടിയിട്ട് ഞാനിത് 1 മുറി തേങ്ങ എടുത്ത് വെച്ചിട്ട്, തേങ്ങ ഇച്ചിരി കൂടുതൽ അരയ്ക്കുവാണെങ്കിൽ നല്ല നമ്മുടെ ചാറ് മീൻ കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടും. ചാറിന് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കും. ഒത്തിരി വെള്ളം കൂട്ടി അരയ്ക്കേണ്ട. അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും ചാറ് വേണോ അതനുസരിച്ചുള്ള വെള്ളം കൂട്ടി നമുക്കൊന്ന് അരച്ചെടുത്തോണ്ടിരാവേ. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ മീൻ കറി ഇതേ നല്ലപോലെ ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ടേ. ഇതുകൊണ്ട് നല്ലപോലെ നമ്മുടെ മീനൊക്കെ വെന്തു നല്ലപോലെ. ഇത് കണ്ടോ. ഇനിയിപ്പോൾ നമ്മളെടുത്ത് കൊണ്ടുവന്ന് അരച്ചുകൊണ്ട് വന്നിരിക്കുന്നത് നമ്മുടെ തേങ്ങ. ഇതുകൊണ്ട് ഇത്രയും ഞാൻ ഇതുപോലൊരു രീതിക്കാണ് അരച്ചിരിക്കുന്നത്. നല്ല കൊഴുപ്പിന് കിട്ടണമെങ്കിൽ ആ ഒരു ഇതിങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് തേങ്ങ ഒഴിച്ചിട്ട് നമ്മുടെ ഈ മീൻ കറി ഒത്തിരി അങ്ങ് കുളാന്ന് തിളയ്ക്കല്ലേ. അപ്പോൾ അതങ്ങനെ പിശുറ് പോലെ ആയിപ്പോകും തേങ്ങ അരച്ചൊഴിച്ച് കഴിയുമ്പോൾ. പയ്യെ ഒന്ന് തിക വരുമ്പോഴത്തേക്കും നമ്മുടെ മീനും തക്കാളിപ്പഴം എല്ലാം വെന്തതാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് ഉപ്പ് നോക്കണം. നമ്മൾ ഉണക്കമീൻ കറി വെച്ചെന്ന് പറഞ്ഞിട്ട് കാര്യം, നമ്മൾ നല്ലപോലെ ഉപ്പ് ഇറക്കിയതാണ്. അപ്പോൾ നമുക്ക് ഇച്ചിരി ഉപ്പുപൊടി ഇട്ട് കൊടുക്കണേ. അപ്പം ഞാൻ നമ്മുടെ മിക്സിയുടെ ജാറൊക്കെ കഴുകി അതിനകത്തേക്ക് ഉപ്പും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നോക്കാം ഉപ്പ് ഉണ്ടോ എന്ന്. ആവശ്യം നല്ല എരിവുണ്ട്. നമ്മൾ ആ കുഞ്ഞു കഷ്ണം പുളി ഇട്ടിരുന്നതുകൊണ്ട് തക്കാളിയുടെ തന്നെ പുളി ഇല്ലെങ്കിലും പുളിയുണ്ട്. ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പും പുളിയെല്ലാം ഉണ്ട്. നമുക്ക് ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇങ്ങനെ ഉപ്പിടണ്ടാത്തവർക്കാണെങ്കിൽ നമ്മുടെ ഉപ്പ് കളയാതെ വെച്ചാൽ ഒത്തിരി ഉപ്പായി പോകും. അതുകൊണ്ടാണ് നമ്മുടെ കറി പയ്യെ അവിടെ നിന്ന് തിള വരട്ടെ. ഒത്തിരി അങ്ങ് കുളുകുളാന്ന് തിളച്ച് പോകണ്ട. നല്ലപോലെ ഒന്ന് തിള വരണം. നല്ലപോലെ ഒന്ന് അരപ്പൊന്ന് ചൂടായാൽ മതി. നമുക്കൊന്ന് അടച്ച് വെച്ചേച്ച് ഒന്ന് ചൂടാക്കിയെടുക്കും. ഇതെങ്ങനെ നമ്മുടെ കറിക്ക് ഇങ്ങനെ തിക വരുന്നുണ്ട്. നമുക്കിനിയിപ്പോൾ സ്റ്റൗ ഓഫാക്കി, നമുക്ക് ഒത്തിരി തിളച്ച് പോകണ്ടെങ്കിൽ ഒത്തിരി കുളുകുളാന്ന് തിളച്ച് നമുക്കങ്ങ് പിരിഞ്ഞ് പോകരുത്. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫാക്കി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചട്ടി ആയതുകൊണ്ട് ഇച്ചിരി കൊണ്ട് തിളയ്ക്കും. കറിവേപ്പില ഇട്ട് കൊടുത്ത് നമുക്ക് 1 സ്പൂൺ പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി കറി
റെഡിയായി, സൂപ്പർ കറിയായി കേട്ടോ. ഇതിപ്പോൾ ചട്ടി ആയതുകൊണ്ട് ഇതിങ്ങനെ അങ്ങ് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ. ഇനി എല്ലാം ഒന്ന് ഇളക്കി മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പം ചോറോ കപ്പയോ ചക്കയോ എന്താ ടേസ്റ്റ് എന്നറിയാവോ. അപ്പോൾ ഇതേ എങ്ങനെ നമ്മുടെ തക്കാളിക്ക ഉണക്കമീൻ കറി ചാറ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇട്ട് ഇളക്കണ്ടോ നമ്മളിട്ട്. ഇതുണ്ടോ, നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പറാണ്. കപ്പയ്ക്കോ ചക്കയ്ക്കോ ചോറിനോ ഒക്കെ ആണെങ്കിലും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ, താങ്ക് യു.